കുഞ്ഞ് വളരുമ്പോൾ ആ പ്രതീക്ഷ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞ് നല്ല നിലയിൽ പഠിച്ച് നല്ല കോളേജ് കേട്ട് നല്ല വിവാഹ ജീവിതത്തിലേക്ക് കഴിച്ചു കൂട്ടി. പക്ഷേ സ്ത്രീധനത്തിൻ്റെ കുറവ് മൂലം ആ പെൺകുട്ടി തന്റെ ജീവിതം ബലിയാടാക്കേണ്ടതായിരുന്നു. സന്ദർഭമാണ് ഞാൻ ഇവിടെ ഓണാരത്തെ അവതരിപ്പിക്കാൻ പോകുന്നത്. എടി, നീ എന്തിനാ ഈ വീട്ടിലെ പാത്രം പൊടിച്ചത്? നീ എന്തിനാ എൻ്റെ അമ്മയോട് തപ്പിച്ചത്? ഓ, അല്ലല്ലേ എന്റെ വീട്ടുകാരുടെ തലയിലാണ് എല്ലാം കുത്തോ? പിന്നെ നിന്റെ അച്ഛൻ എല്ലാത്തിനും എന്റെ വീട്ടിലുണ്ടാക്കി ബിരിയാണി കൊടുക്കാൻ പോയത് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുണ്ടല്ലോ. എന്റെ സ്ത്രീധനം കഷ്ടം കാണുന്നുണ്ടോ? 8 കഴിഞ്ഞ് കൊച്ചുപോയി ഒന്നോ? ഇല്ലല്ലോ. പിന്നെ അയാളോട് ഇനി പറഞ്ഞേക്കണം ഈ വീട്ടിൽ കാല് വെച്ച് പോയത്. എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ ഒരു ന്യായം. ആരോ വിളിക്കുന്നുണ്ടല്ലോ. ആ ഹലോ, ആ ഞാൻ ഇപ്പൊ വരും. ആ ശരി. ഹലോ അമ്മ, സുഖാണോ അമ്മയ്ക്ക്? ആ സുഖം മോളെ, നിനക്ക് സുഖമാണോ? ആ സുഖം അമ്മേ. കുഞ്ഞിന് സുഖാണോ? അവനും സുഖം, എല്ലാവർക്കും സുഖം. ആ കുഞ്ഞിന് ശരി അമ്മേ. ആ കുഞ്ഞിന് ചുമയുണ്ട്. ഞാൻ എന്നെ വിളിച്ച് കാണിക്കാൻ കൊണ്ടാകാൻ പോവാ. ആ ശരി അമ്മേ, എന്നാ വെച്ചോ. ഹലോ, ഏട്ടാ കേൾക്കാവോ? ഹലോ, ഹലോ അനു, എന്തൊക്കെയുണ്ടടി വിശേഷം? വിളിക്കുന്നു, ഫോൺ എടുത്തോടെ. എനിക്ക് വയ്യായിരുന്നുടി. എന്താ എന്താ പറ്റി? ആരുടെ ഫോണില് കട്ട് ചെയ്യാ? നിന്നോട് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓഫീസിൽ ഇപ്പൊ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? കുഞ്ഞിന് ചുമ കൂടി, അപ്പം ഞാൻ വിളിച്ചതാ. ഏട്ടൻ ഞങ്ങൾ കഴിക്കാതിരിക്കുക, ഞാൻ ചോറ് കറി എടുത്ത് വെക്കാം. ശരി, ഞാൻ കഴിക്കാതിരിക്കാൻ പോവുക. ഇന്നുണ്ടാക്കിയ കറി ഓരോ കൂട്ടുന്നുണ്ട്. ഏട്ടൻ ഇന്നലെ പറഞ്ഞ അന്ന് ഇങ്ങനെ ഓരോട്ടം ഉണ്ടാക്കിയപ്പോ സാമ്പാർ മതിയെന്ന്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലേ, നിനക്കെന്നെ ചെവി പൊട്ടയാണോ? എനിക്ക് ചോറ് വേണ്ട. ഇക്കാര്യം പറയുന്നത് ഇച്ചിരി കൂടുന്നുണ്ട്. ഏട്ടാ പോവല്ലേ? അനു വിളിക്കുന്നല്ലോ. ഹലോ അനു, എന്തിനു കുഴപ്പമുണ്ടോടി? അല്ല, ഞാൻ നീ പറഞ്ഞ കേട്ടോട് ചോദിച്ചതാ. ഓ, നീ കേട്ടല്ലേ? അത്ര കുഴപ്പമൊന്നുമില്ല. കേട്ടു. സഹിക്കാൻ പറ്റുന്നില്ലാത്തപ്പോ ഞാൻ വിളിക്കാൻ തോന്നും. പക്ഷെ അച്ഛനോട് അങ്ങനെ പറയാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം അവരൊക്കെ കഷ്ടപ്പെട്ട എന്നെ കണ്ടെത്തില്ലല്ലോ. നീ വേറെ ഒന്നും ചെയ്യരുത് കേട്ടോ. ആ കൊച്ചുള്ളോണ്ട ഞാൻ വേറെ ഒന്നും ചെയ്യാത്തെ. ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ആ കൊച്ചിനെ അയാൾ പൊക്കയിലേക്ക് എറിയോ, എന്നോട് ഉപേക്ഷിക്കുകയോ ചെയ്യും. നിന്നെ ഓർത്തല്ലേ ആ കൊച്ചി ഈ ഭൂമിയിൽ വന്നത്? അപ്പൊ പിന്നെ നിന്നോട് ആ കുട്ടിയോട് ഇത്രയും ക്രൂരത കാണിക്കേണ്ടതിനാ? ശരി, ഏട്ടാ വരുന്നത്. നീയോട് ഇങ്ങോട്ട് കയറി വരുന്നത് എന്നോട് ഞാൻ പറയാൻ പറഞ്ഞല്ലേ? നീ പറഞ്ഞില്ലേ അത്?
ഇറങ്ങി പോടാ.